തരം താഴ്ന്ന കോണ്ടന്റുകൾക്ക് തിരിച്ചടി. മരണവീടെന്നില്ല, കല്യാണ വീടെന്നില്ലാണ്ട് കോണ്ടന്റുകളും ഡോളേഴ്സും മനസ്സിൽ കണ്ട് എന്തും പറയാം, ആരുടെയും ഫീലിംഗ്സ് കോണ്ടന്റ് ആക്കാം എന്ന് കരുതുന്ന ഓൺലൈൻ മാധ്യമങ്ങൾക്കും യൂട്യൂബേഴ്സിനും തിരിച്ചടി. നിലവാരമില്ലാത്ത തരം താഴ്ന്ന കോണ്ടന്റുകൾ ഇനി വെച്ചു പൊറുപ്പിക്കില്ല. മരണവീടുകളിലും ഓരോരുത്തരുടെയും സ്വകാര്യതയിലും കടന്നു കയറുന്നവർ സൂക്ഷിച്ചു. കഴിഞ്ഞ ദിവസം അന്തരിച്ച നടൻ ശ്രീ സലിം കുമാറിന്റെ സംസ്കാര സമയത്ത് ഒരു കൂട്ടം ഓൺലൈൻ മാധ്യമങ്ങളുടെയും യൂട്യൂബേഴ്സിന്റെയും തരം താഴ്ന്ന പരിപാടി നമ്മൾ മലയാളികൾ കണ്ടതാണ്. അന്ത്യകർമ്മങ്ങൾ പോലും ചെയ്യാൻ സമ്മതിക്കാണ്ട് അവരുടെ സ്വകാര്യതയും കണ്ണീരും ഒപ്പിയെടുക്കാൻ ഫോണുമായി തിരക്കുകൂട്ടുന്ന ഒരു കൂട്ടം ഓൺലൈൻ മാധ്യമങ്ങൾ. ക്ഷമ നശിച്ച് ചന്തു സലീം കുമാർ അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയും പോലീസുകാരും ഒത്തിരി സിനിമാ മേഖലയിൽ നിന്നുള്ളവരും ഒക്കെ പങ്കെടുത്ത അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങൾക്കിടയിലാണ് ഈ ഓൺലൈൻ ചാനലുകാരും യൂട്യൂബേഴ്സും കേവലം കോണ്ടന്റിനു വേണ്ടി തള്ളിക്കേറിയത്. ഇനി ഇങ്ങനെ കയറുന്നവർ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ഒരാളുടെ സമ്മതമില്ലാണ്ട് അവരുടെ പ്രൈവസിയിൽ കയറി ഫോട്ടോ വീഡിയോ എടുക്കുന്നവർ സൂക്ഷിക്കുക. 3 വർഷം തടവും 2 ലക്ഷം രൂപ പിഴയുമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഒരു പരാതിയിൽ നിങ്ങളുടെ 3 വർഷം പോയി കിട്ടും. മറ്റുള്ളവരുടെ സ്വകാര്യതയിൽ ഇപ്പോ നടക്കുന്നത് പോലെ കടന്നു കയറുന്നവർക്കെതിരെ നടപടിയെടുക്കും എന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. കോണ്ടന്റും ഡോളറും മാത്രമല്ല, മനസാക്ഷി എന്ന് പറയുന്ന സാധനം ഇന്ന് പല ഓൺലൈൻ മാധ്യമങ്ങൾക്കും ഇല്ല. എവിടെയും കടന്നു കയറാം, എന്തും പറയാം, എങ്ങനെയും വളച്ചൊടിക്കാം എന്ന സ്ഥിതി. ഈ പോക്കിത് എങ്ങോട്ടാണ്? ഈ ഓൺലൈൻ ചാനലുകാരുടെ കടന്നുകയറ്റം കൂടിപ്പോകുന്നുണ്ടോ? ഈ രീതി അവസാനിപ്പിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നാണോ നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യുക.